ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 Peter chapter 5 verse 8. നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പരിശുദ്ധ പാദവീണ് ദിനത്തെ രാത്രി ഞങ്ങൾ വീണ്ടുമായിരിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ രാത്രി അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തുയേശുവിനെ ഞങ്ങളുടെ മധ്യത്തിലങ്ങ് മഹിമപ്പെടുത്തണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് ഞങ്ങളുടെ സഭയെ ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിക്കാട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആയിരിക്കാം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമായിപ്പോഴും നമ്മൾ വായിച്ചു കേട്ടത് 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവത്തിൻ്റെ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് നമ്മൾ ആ പാരഗ്രാഫുകളിൽ, ആ പാസേജുകളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അതിന് മധ്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. Be sober and be vigilant, because your adversary, the devil, as a roaring lion, walks about seeking whom he may devour. ഇവിടെ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. പിശാച് വളരെ ആക്റ്റീവാണ് ഈ കാലഘട്ടത്തിലുള്ളത്. ദൈവസഭയുടെ കാലഘട്ടമാകുന്ന കർത്താവിൻ്റെ ദൈവസഭയെ എടുക്കുവാൻ തക്കവണ്ണം സഭയുടെ ഉൾപ്രാവണം വരെയുള്ള കാലഘട്ടം, അത് സഭയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പിശാച് വളരെ ആക്റ്റീവാണ്. അവന് കഴിയുമെങ്കിൽ ദൈവജനത്തെ വഞ്ചിക്കുവാൻ തക്കവണ്ണം ദൈവസഭയുടെ മധ്യത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ ഉണ്ടാക്കി, കലഹങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ അനേകരുടെ ജീവിതത്തിൽ ശോധനകൾ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ നിന്നവരെ മാറ്റുവാൻ തക്കവണ്ണം അവൻ കഠിനമായി പ്രയത്നിക്കുന്നു എന്നാണ് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. സഹോദരങ്ങളെ, ഒരു വലിയ തെറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ദുരുപദേശമുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്നുവരെയും ആ ദുരുപദേശം ദൈവരാജ്യത്തിൻ്റെ പ്രസംഗകർ എന്ന് പറയുന്ന പലരും പ്രസംഗിച്ച് കേൾക്കാറുണ്ട്. അനേക വിശ്വാസികൾ അത് വിശ്വസിച്ച് വെക്കാറുണ്ട്. അത് വിശ്വസിച്ചിരിക്കുന്നത് മൂലം ഒരു വലിയ ആത്മീക ആപത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടും വണ്ണം കർത്താവിൻ്റെ കരങ്ങളിൽ അവരെ ഉപയോഗിക്കുവാനോ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ സമർപ്പിക്കപ്പെടുവാനോ തക്കവണ്ണം അവർക്ക് കഴിയാതെ വരുന്നു. എന്താണ് ആ ദുരുപദേശമെന്ന് ചോദിച്ചാൽ, കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചതുകൊണ്ട് നമ്മുടെ കഷ്ടതകളെല്ലാം അവിടെ തീർന്നുവെന്ന്, നമ്മളിനി കഷ്ടപ്പെടുവാൻ തക്കവണ്ണമുള്ളവരല്ല, നമ്മൾ കഷ്ടതകളെ ജയിച്ചവരാണ്. ഈ ലോകത്തിൻ്റെതായാലും നമ്മുടെ മുമ്പിൽ കാണുന്ന സമൃദ്ധിയുടേതായാലും അല്ലെങ്കിൽ സമ്പത്തിൻ്റെതായാലും ഏതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നമ്മൾ കാക്ഷിക്കുന്നുവോ അതൊക്കെയും അവകാശപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ വിളിക്കപ്പെട്ടവരാണെന്നും ക്രിസ്തുയേശുവിൻ്റെ മരണത്തിലൂടെ അതൊക്കെ നമുക്ക് സ്വായത്തമായി കഴിഞ്ഞിരിക്കുന്നുവെന്നും ഒരു പഠിപ്പിക്കലുണ്ട്. രണ്ടാമത്തെ പഠിപ്പിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവജനം ഒരിക്കലും ഇനി കഷ്ടത അനുഭവിക്കേണ്ടവരല്ല. കാരണം പിശാചിന് നമ്മളെ ആക്രമിക്കുവാനോ പിശാചിന് നമ്മളെ കീഴ്പ്പെടുത്തുവാനോ പിശാചിന് നമ്മളെ വഞ്ചിക്കുവാനോ തക്കവണ്ണം കഴിയുകയില്ല. കർത്താവ് ക്രൂശിൽ പിശാചിനെ തോൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ്റെ സകല ആയുധങ്ങളെയും അവനിൽ നിന്ന് കർത്താവ് പിടിച്ചു വാങ്ങിയത് കൊണ്ട് ഇനി അവൻ ഹെൽപ്ലെസ് ആണ്. നമ്മളെ ആരെയും വഞ്ചിപ്പാൻ തക്കവണ്ണം പിശാചിന് കഴിയത്തില്ല എന്നുള്ള ഒരു പഠിപ്പിക്കൽ. അതുകൊണ്ട് എന്താണെന്നറിയാമോ ദോഷം? ദൈവസഭയുടെ മധ്യത്തിൽ വിശ്വസ്തരായി ജീവിക്കുന്ന ദൈവമക്കളിൽ പലരും കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവർ സ്വയം ചോദിക്കുകയാണ്, ഞാൻ ദൈവപൈതലല്ലേ? ഈ പറയുന്ന അല്ലെങ്കിൽ ഈ കേൾക്കുന്ന പഠിപ്പിക്കൽ അല്ലെങ്കിൽ ഉപദേശം വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോകുവാൻ പറ്റാത്തയാളാണ്. ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് എൻ്റെ വിശ്വസ്തതയുടെ കുറവ് കാരണമാണോ എന്നവർ സ്വയം ചോദിക്കുക മാത്രമല്ല, അവർ ഡിസ്കറേജ്ഡ് ആയി പോവുകയും ദൈവവചനത്തെ സംശയിക്കുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ,
ദൈവത്തിൻ്റെ തിരുവചനം ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ ഇതിപ്പോൾ നമ്മൾ വായിച്ചിരിക്കുന്നത് 1 പത്രോസിൻ്റെ 5-ാമത്തെ അധ്യായം, 1 ലേഖനം 5-ാം അധ്യായത്തിലാണ്. ദൈവത്തിൻ്റെ സഭയോടുള്ള ദൂതാണ്. പ്രത്യേകിച്ച് 5-ാം അധ്യായം നമ്മൾ വളരെ വളരെ ആഴമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പീഡനത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവസഭ, അനേക ചോദ്യങ്ങളുടെ മധ്യത്തിൽ, അനേക സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ, യഹൂദന്മാരിൽ നിന്ന് അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ ശക്തികളിൽ നിന്ന്, അത് മാത്രമല്ല വിശ്വാസ ജീവിതത്തിലേക്ക് അവർ കടന്നു വന്നതുകൊണ്ട് അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന്, അവരുടെ കുടുംബങ്ങളിൽ നിന്ന്, അവരുടെ കൂട്ടുകാരിൽ നിന്ന്, അവരുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് അനേക പീഡനങ്ങളിലൂടെയും ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിലൂടെയും ദൈവസഭ കടന്നു പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ടീച്ചിങ് അവരെ നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല കർത്താവിനെ സംശയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പിശാച് ദൈവമക്കളെ ടെംപ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം 2 രീതിയിൽ വഴി കാണാറുണ്ടവൻ. ഒന്ന്, ത്രൂ സക്സസ്. നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഭൗതികമായി, ആത്മീയമായിട്ടല്ല ഭൗതികമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ, ഭൗതികമായ ഉന്നതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഭൗതികമായ ജയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ദുഷ്ടനാകുന്ന പിശാച് കടന്നു വന്ന് നമ്മളെ വഞ്ചിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകുക മാത്രമല്ല, നമ്മൾ സ്വയത്തിൽ ആശ്രയിക്കുകയും സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുകയും ഹല്ലേലൂയ എൻ്റെ കഴിവാണ് എൻ്റെ ഈ നേട്ടങ്ങൾക്ക് കാരണമെന്നുള്ള അവസ്ഥയിലേക്ക് ആയിത്തീരുകയും ചെയ്യും. ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ 2 ക്രോണിക്കിൾസ് 21:1, 2 ദിനവൃത്താന്തം 21-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ തക്കവണ്ണം ദാവീദിന്റെ ഹൃദയത്തിൽ പിശാച് തോന്നിപ്പിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, സാത്താൻ ദാവീദിന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു, ദൈവത്തിൽ നിന്ന് വന്നതല്ല. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ദാവീദിന്റെ ഹൃദയത്തിലാണ് അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവനറിയാം അത് പാപമാണെന്ന്. കാരണം തൻ്റെ ചുറ്റുപാടുമുള്ളവരിൽ നിന്ന് സൈന്യാധിപൻ തന്നെ വന്ന് പറയുന്നുണ്ട്, ജനത്തെ ദൈവം അധികമായിട്ട് വർദ്ധിപ്പിക്കട്ടെ, എന്തിനാണ് അവരുടെ എണ്ണമെടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞവനെ നിരുത്സാഹപ്പെടുത്തുവാൻ വന്നപ്പോഴും നമുക്കറിയാം ദാവീദ് താൻ പറഞ്ഞതിൽ ഉറച്ചു നിന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതിന് കൊടുക്കേണ്ടി വന്ന ശിക്ഷ, അതിന് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷ, അല്ലെങ്കിൽ അതിന് ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന് അവിടെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. സഹോദരങ്ങളെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അനേക വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് നോക്കിയേ, കഷ്ടതയുടെ മധ്യത്തിൽ, ഭാരങ്ങളുടെ മധ്യത്തിൽ, സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ നാം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തക്കവണ്ണം അധികം സമയം നമ്മൾ ചെലവെടുക്കാറുണ്ട്, അല്ലേ? എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ഉപവസിക്കും, അതിൻ്റെ മധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും, സഭായോഗങ്ങളെ അലക്ഷ്യമാക്കത്തില്ല, ദൈവജനത്തോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ വർദ്ധിക്കും. അനേകരുടെ ജീവിതത്തിൽ അനേകരുടെ അനുഭവങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, കഷ്ടതകളുടെ മധ്യത്തിലാണ് ഞങ്ങൾ കർത്താവിനെ രുചിച്ച് അറിഞ്ഞതെന്ന്. എന്നാൽ ഈ കഷ്ടതയൊന്ന് മാറിക്കഴിയുമ്പോൾ, ഈ ഭാരങ്ങളൊന്ന് മാറിക്കഴിയുമ്പോൾ, ഈ ജീവിതത്തിൻ്റെ സമ്മർദ്ദമായുള്ള ചുറ്റുപാടുകളൊന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ സ്വയം റിലാക്സ് ആകുക. നമ്മൾ അറിയാതെ തന്നെ ദൈവ സംസർഗത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തു പോവുകയെ അറിയാതെ. കാരണം കരയോട് ചേർന്ന് കിടക്കുന്ന ഒരു വള്ളം അല്ലെങ്കിൽ ഒരു ബോട്ട്, അതിനകത്തിരിക്കുന്നവർക്ക് അറിയത്തില്ല ആ ബോട്ട് കരയിൽ നിന്ന്, കരയോടുള്ള അടുപ്പത്തിൽ നിന്ന് മാറി സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് പോയിക്കൊണ്ടോ ഇരിക്കുന്നുണ്ടോ എന്ന് ആ വള്ളത്തിലിരിക്കുന്നവർക്ക് അറിയത്തില്ല. പക്ഷേ വള്ളം അങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും ബോട്ടായാലും വള്ളമായാലും കരയ്ക്ക് എന്തിലെങ്കിലും അത് കെട്ടിയിട്ടിരിക്കുന്നതിന്റെ കാരണം അതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് കരയോടടുപ്പിക്കുന്ന ഈ വള്ളം അല്ലെങ്കിൽ ഈ ബോട്ട് നേരം വെളുത്ത് നോക്കുമ്പോൾ മൈലുകൾക്കകലെ സമുദ്രത്തിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കാം. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ അറിയാതെ തന്നെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണമേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നത്, കഷ്ടങ്ങളുടെ അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നത്, ചില സാഹചര്യങ്ങളിലൂടെയുള്ള ചുറ്റുപാടുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവിനോടുള്ള സംസർഗത്തിൽ നമ്മൾ എപ്പോഴും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവിനോട് ചേർന്ന്, കർത്താവിൻ്റെ ജനത്തോട് ചേർന്ന്, ദൈവസഭയോട് ചേർന്ന് പ്രാർത്ഥനയിലും ദൈവവചനധ്യാനത്തിലും ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിലും നമ്മൾ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ഹല്ലേലൂയ നമുക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെയും
നമുക്ക് പലവിധമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പലപ്പോഴും കഷ്ടങ്ങൾ അനുവദിക്കുന്നത്. അത് മാത്രമല്ല, 1 തീമോത്തി 3:6 പിശാചിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം പറയുന്നത്, നിഗളിച്ച് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ തക്കവണ്ണം പുതിയ ശിഷ്യനും അരുത് എന്നൊരു വചനം അവിടെ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിശാചിന് ശിക്ഷാവിധി വന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവരുടെ ഹൃദയത്തിൽ കടന്നു വന്ന നിഗളമാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ആ വചനമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം, ഇസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 14, യെശയ്യാ 14:12 മുതലുള്ള വാക്യങ്ങൾ, ഇസക്കിയേൽ 28:13 മുതലുള്ള വാക്യങ്ങൾ, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിനെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പിശാചിന് വന്ന വീഴ്ച അല്ലെങ്കിൽ പിശാചായി അത് മാറിയതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ അവൻ്റെ ഉള്ളത്തിൽ പ്രൗഡ് അല്ലെങ്കിൽ നിഗളം കടന്നു വന്നതാണ്. ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവത്തോട് ചേർന്ന് വസിച്ചിരുന്ന ഒരു ആർക്കേഞ്ചലായിരുന്ന ഒരു പ്രധാന ദൂതനായിരുന്നവൻ എങ്ങനെ ഒരൊറ്റ നിമിഷം കൊണ്ട് പിശാചായി തീർന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അവൻ അകന്നുപോയി ദൈവത്തിന് ശത്രുവായത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലേക്ക് നിഗളം കടന്നു വന്നതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ സക്സസ് കടന്നു വരുമ്പോൾ വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ച പലതും നമ്മൾ നേടിക്കഴിയുമ്പോൾ, നമുക്കൊരു ഭവനം സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു, സ്വന്തമായി ഭവനം കിട്ടുന്നു, തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് അനുകൂലമായി പ്രവർത്തിച്ചു, നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേട്ടു, അവിടുന്ന് പല വഴികൾ തുറന്നു, അതൊക്കെ സത്യമാണ്. അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഒരു ജോലി കർത്താവിൻ്റെ കരുണയാൽ നമുക്ക് ലഭിച്ചു, നമ്മൾ ദൈവസഭയുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു, മറ്റു പലരോടും നമ്മൾ സാക്ഷ്യം പറഞ്ഞു കർത്താവ് തന്നതാണെന്ന്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു, ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ കർത്താവ് നമുക്ക് തന്നു, കർത്താവിൻ്റെ ദയയാലാണ് കർത്താവ് തന്നത്, അത് അനേകരുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് നമ്മൾ പറയും. അങ്ങനെ ജീവിതത്തിൽ പല പല കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പല വിഷയങ്ങളിലും വിടുതൽ അനുഭവിക്കുമ്പോൾ നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കുമെന്നുള്ളത് സത്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തെ സുസൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ചാൽ, അത് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടം എത്രമാത്രം ദൈവസന്നിധിയോട് നമ്മൾ അടുത്തിരുന്നുവോ അതിൻ്റെ പകുതി പോലും നമ്മുടെ പ്രയാസം മാറിയ കാലഘട്ടത്തിന് ശേഷം നമ്മൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാൻ കോണം കഴിയുന്നില്ല. അതൊരു സത്യം മാത്രമാണ് കേട്ടോ. ഹല്ലേലൂയ. അതിന് പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ദുഷ്ടനാകുന്ന പിശാച് തന്നെ. നമ്മൾ അറിയാതെ തന്നെ ദാവീദ് ഒരിക്കലും അറിഞ്ഞില്ല അവൻ്റെ ഉള്ളിലാണ് പിശാചി ചിന്ത കൊണ്ടുവന്നതെന്ന്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട്, ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലായി പിശാചാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന്. ഹല്ലേലൂയ. ഇവിടെ തീമോത്തിയോട് പറയുകയാണ്, അങ്ങനെ പിശാചിന് വന്ന ശിക്ഷാവിധി, അവൻ്റെ നിഗളം മൂലം വന്ന ശിക്ഷാവിധി സംഭവിക്കാതിരിക്കേണ്ടതിന് പുതിയ ശിഷ്യന്മാരെ ആരെയും അധ്യക്ഷ സ്ഥാനത്തേക്കോ മൂപ്പന്മാരുടെ സ്ഥാനത്തേക്കോ നീ കൊണ്ടുവരരുതെന്ന് അവിടെ തീമോത്തിക്ക് തീമോത്തിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് ഞാൻ പറഞ്ഞത് വിജയത്തിന്റെ പിന്നിൽ, സക്സസിന്റെ പിന്നിൽ പിശാചിന്റെ കൈ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഷ്ടതയുടെ മധ്യത്തിലും പിശാച് പ്രവർത്തിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കഷ്ടത എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഭാരമുള്ളത് എനിക്ക് വേണ്ട, എൻ്റെ സാഹചര്യങ്ങളെ കുലുക്കുന്ന, എൻ്റെ പരിതസ്ഥിതികൾക്ക് പ്രയാസം, ഇൻകൺവീനിയൻസ് വരുത്തുന്നതൊന്നും എനിക്ക് വേണ്ട. എല്ലാം അനുകൂലമായിരുന്നാൽ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രയോജനപ്പെടും, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ സമയം ചെലവഴിക്കും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ കഷ്ടത എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഭാരങ്ങൾ എന്ന് പറയുമ്പോൾ, പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ, ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ, പലപ്പോഴും നമ്മളൊരു വലിയ ചോദ്യചിഹ്നം അവിടെ ഇടും. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ എന്തിനാ അനുഭവിക്കുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന അങ്ങനെ അല്ലേ? എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരുത്തരുതെന്ന പ്രാർത്ഥന അല്ലേ? നിങ്ങൾക്കറിയാമോ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നുണ്ട്, ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്, അവിടെ മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും എല്ലാവരും കൂടെ ചേർന്ന് എന്നെ അവർ ന്യായം വിധിക്കും, എന്നെ തടവിലാക്കും, അവരെന്നെ കൊല്ലും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ, ആ സമയത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസ് കർത്താവിന് അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 16-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യേശു കർത്താവിനെ ദൂരത്തേക്ക് മാറ്റി കൊണ്ടുപോയി അവനെ ശാസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, അരുതേ, നിനക്കത് സംഭവിക്കരുതേ. അത് ഒരു അപേക്ഷ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു അപേക്ഷയില്ല. അത് മലയാളം ട്രാൻസ്ലേഷനകത്ത് വന്ന ശൈലി മാത്രമാണ്. എന്നാൽ അതിൻ്റെ റൂട്ട് മീനിങ്ങിലേക്ക് പോയി ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഭാഗം എന്ന് ചോദിച്ച്, ഇറ്റ് വാസ് എ റിബ്യൂക്ക്. നിനക്കങ്ങനെ സംഭവിക്കരുത്, നീ എന്തിനാ അങ്ങനെ പറയുന്നത്?
നിനക്കങ്ങനെ സംഭവിക്കരുത്, നിനക്ക് കഷ്ടങ്ങൾ വരരുത്, നിനക്ക് ബുദ്ധിമുട്ടുകൾ വരരുത്, അവർ നിന്നെ അറസ്റ്റ് ചെയ്യരുത്, അവർ നിന്നെ തടവിലാക്കരുത്. അങ്ങനെയാ പത്രോസ് യേശു കർത്താവിനോട് പറഞ്ഞത്. കർത്താവ് എന്താ തിരിച്ചു കൊടുത്ത മറുപടി എന്നറിയാമോ? സാത്താനെ, എന്നെ വിട്ടുപോ. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? പലരും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സാത്താൻ എന്ന് വിളിച്ചത് പത്രോസിനെയാണെന്ന്. അങ്ങനെയല്ല, സാത്താനെ എന്നെ വിട്ടുപോ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നതെന്ന് അറിയാമോ? നീ ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായിട്ടുള്ളതാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമഹത്വത്തിന് വേണ്ടിയുള്ളതല്ല ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ പോലും അറിയാതെ പിശാച് അവനിലൂടെ കർത്താവിനോട് സംസാരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും, പത്രോസ് നല്ല കാര്യമല്ലേ പറഞ്ഞത്, പത്രോസ് നല്ല കാര്യമല്ലേ പറഞ്ഞത്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, എപ്പോഴും ഓർക്കണമേ, പത്രോസ് പറഞ്ഞതുപോലെ സംഭവിച്ചിരുന്നുവെങ്കിൽ കർത്താവ് കഷ്ടം അനുഭവിക്കത്തില്ലായിരുന്നു, കർത്താവ് മരിക്കത്തില്ലായിരുന്നു, കർത്താവ് കാൽവറി ക്രൂശിൽ യാഗമായി തീരത്തില്ലായിരുന്നു. കർത്താവ് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നില്ല എങ്കിൽ താൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതൊന്നും നടക്കത്തില്ലായിരുന്നു. തൻ്റെ ആഗമന ഉദ്ദേശം നിവർത്തിക്കപ്പെടത്തില്ലായിരുന്നു. ഈ ലോകത്തിലെ മനുഷ്യർ ഇന്നും പാപത്തിൽ വസിക്കുമായിരുന്നു. പാപത്തിന്റെ മേലൊരു ശിക്ഷ വരത്തില്ലായിരുന്നു. പിശാച് ഒരിക്കലും തകർക്കപ്പെടത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും അത് കേൾക്കുമ്പോൾ നമുക്കത് സന്തോഷകരമായിട്ട് തോന്നുന്നുവെങ്കിലും അതിൻ്റെ പരിണിത ഫലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് ദൈവഹിതത്തിന് വിപരീതമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ലൂക്കോസിന് ശേഷം 22-ാം അധ്യായത്തിൽ 31-32 വാക്യങ്ങളിൽ ഹല്ലേലൂയ കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശിമോനെ, ശിമോനെ, പിശാച് നിന്നെ കോതമ്പ് മണി പോലത്തെ, സാത്താൻ നിന്നെ കോതമ്പ് മണി പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. അപ്പൊ ദിസ് ദ സെക്കൻഡ് ടൈം. So that means the devil was after him. Whom? After Peter. പത്രോസിന്റെ പിന്നാലെയാണ് പിശാച്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ആ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. ശീമോനെ ആക്രമിക്കുന്നതിന് മുമ്പ്, ഒരു ദൈവ പൈതലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് കർത്താവിനോട് അവൻ അനുവാദം ചോദിച്ചേ മതിയാകും. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇയ്യോബിനെ പാറ്റുന്നതിന് മുമ്പ് പിശാച് ദൈവസന്നിധിയിൽ ചെന്ന്, യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അനുവാദം ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവ മക്കളായി തീർന്നു കഴിയുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ പിശാച് നമ്മുടെ പിന്നാലെ കൂടും. നമ്മുടെ ചിന്തകളിലേക്ക് വരുന്ന പല ചിന്തകളും ചിലപ്പോൾ പൈശാചികമായിരിക്കാം. പലപ്പോഴും ഞാനത് ചിന്തിക്കാറുണ്ട്. ശരിയെന്ന് തോന്നുന്ന പലതും, നല്ലതെന്ന് തോന്നുന്ന പലതും, കേൾക്കുന്നവർക്ക് ഇമ്പകരമെന്ന് തോന്നുന്ന പലതും, എനിക്കത് നല്ലതെന്ന് തോന്നുന്ന പലതിൻ്റെയും പിന്നിൽ ഒരു പക്ഷെ പിശാചിന്റെ പദ്ധതികളായിരിക്കാം, പിശാചിന്റെ ആലോചനകളായിരിക്കാം. കാരണം എന്നാണെന്നറിയാമോ? മുന്നോട്ടുള്ള ദൈവമഹത്വം വെളിപ്പെടുന്നതിന് തടസ്സമായി. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രവൃത്തികൾക്ക് ഞാൻ സാക്ഷ്യം വഹിക്കുവാൻ ഇടയാകുന്ന സംഭവങ്ങൾക്ക് തടസ്സമായി പിശാച് മുന്നമേ വന്ന ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാണെന്നറിയാമോ സഹോദരങ്ങളെ? ഹല്ലേലൂയ. ദൈവ പൈതലുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണമേ, പലപ്പോഴും കർത്താവ് ഭാരങ്ങളും കഷ്ടങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുവദിക്കുന്നത് വേറൊന്നിനുമല്ല, നമ്മളെ ഒരുക്കി നല്ലൊരു പാത്രമാക്കി തീർക്കുവാനാണ്. ഇവിടെ പറയുന്ന വചനം, നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മളെപ്പോഴും ഓർക്കണമേ, കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ചത് കൊണ്ട് പിശാച് നമ്മുടെ പിന്നാലെ വരത്തില്ലെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ചത് കൊണ്ട് പിശാച് നമ്മളെ വഞ്ചിക്കത്തില്ലെന്ന് ആരും ഒരിക്കലും ചിന്തിക്കരുത്. അവൻ ഇപ്പോഴും ആക്റ്റീവാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഈ മുന്നറിയിപ്പ് ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഫൈനൽ അവേഴ്സ് ഓഫ് ഗാർഡൻ ഓഫ് ഗെത്സെമനെ നമുക്കറിയാം. ഗെത്സെമന തോട്ടത്തിലുള്ള അവസാനത്തെ മണിക്കൂറുകളിൽ ഇതേപോലെ തന്നെ ഉറക്കം അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് ദൂരേക്ക് പോയിട്ട് മടങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ 3 പേരും കൂടി നിന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. കർത്താവ് അവരെ ശാസിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 1 മണിക്കൂർ, 1 മണി നേരം, കുറച്ച് സമയം, 1 നാഴിക നേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ലയോ? ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. കാരണം നിങ്ങളുടെ ജഡം ബലഹീനമാണ്. വരുവാൻ പോകുന്ന പരീക്ഷയിൽ നിന്ന് ഒരു പരീക്ഷ മുന്നമേ കർത്താവ് കണ്ടിരിക്കുക. നമുക്കറിയാം, പത്രോസ് പരീക്ഷയിൽ അകപ്പെടുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്കറിയത്തില്ലേ, യേശു കർത്താവിനെ 3 പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്.
അതുമാത്രമല്ല, അറസ്റ്റ് ചെയ്യുവാൻ വന്നവരെ അവൻ വാളെടുത്ത് വെട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവ് മുന്നമേ നോക്കുമ്പോൾ പത്രോസിന്റെ മുന്നിൽ പിശാച് കൊണ്ടുവരുന്ന ചില അപകടങ്ങൾ, ആത്മീയ അപകടങ്ങൾ അവൻ മുന്നേ കണ്ടുകൊണ്ട് പറയുകയാണ്, പത്രോസേ, നിന്റെ ആത്മാവ് ഒരുക്കമുള്ളതാണ്, പക്ഷെ നിന്റെ ജഡം ബലഹീനമാണ്. ആത്മാവിന്റെ ശബ്ദം അനുസരിച്ച് പെരുമാറുവാൻ തക്കവണ്ണം, ആത്മാവിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുവാൻ തക്കവണ്ണം നിന്റെ ജഡത്തിന് കഴിയണമെന്നുണ്ടെങ്കിൽ നീ ജഡത്തെ ആത്മാവിന് കീഴ്പ്പെടുത്തിക്കൊണ്ട് നീ പ്രാർത്ഥിക്കണം. അത് തന്നെ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നതും അല്ലേ? ആത്മാവിന്റെ ഇഷ്ടം ജഡത്തിനും, ജഡത്തിന്റെ ഇഷ്ടം ആത്മാവിനും എതിരാണ്. നമുക്കറിയാം കർത്താവ് അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു എന്നാണ് ദൈവവചനം സാക്ഷിക്കുന്നത് അല്ലേ? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ ഭാഗം വായിക്കുന്നുണ്ട്. ഏറ്റവും അവസാന ആ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ, അതുപോലെ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പക്ഷേ പത്രോസ് അത് ഗൗരവത്തോടെ എടുത്തോ? അവിടെ പത്രോസ് വീണ്ടും ഉറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കറിയാം അവന് വരാൻ പോയ വീഴ്ചയിൽ അവൻ വീണു. അവൻ കർത്താവിനെ തള്ളി പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, പത്രോസിനോട് കർത്താവ് പറഞ്ഞു, അവന് മഹാപുരോഹിതന്മാരുടെ ചേവകരിൽ ഒരുവനെ വാളെടുത്ത് വെട്ടുന്ന സമയത്ത് പത്രോസിനെ കർത്താവ് ശാസിച്ചുകൊണ്ട് പറഞ്ഞു, വാൾ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ മരിക്കും അല്ലേ? നിങ്ങളെ വാൾ കൊണ്ട് ഉപയോഗിക്കുവാനല്ല, ഡിഫെൻഡ് ചെയ്യുവാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത്, നീ വാളുടെ ഉറയിലിടുക എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ജഡം പെട്ടെന്ന് ഉത്തേജിക്കപ്പെട്ടു, ആത്മാവിന് കീഴ്പ്പെട്ടില്ല ജലം. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ആ ജഡം കീഴ്പ്പെടുവാൻ ഗുണം ഇടയാകുന്നില്ല. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, സമാനമായ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പല സാഹചര്യങ്ങളുടെ മധ്യത്തിലും ആത്മാവിന്റെ ആലോചന ചോദിക്കാതെ, ആത്മാവിന് കീഴ്പ്പെടാതെ ജഡത്തിൽ നമ്മൾ പെരുമാറുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ജഡത്തിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? കാരണം ഇതാണ്, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയിലുള്ള കുറവ്, ദൈവ സംസർഗത്തിലുള്ള കുറവ്. നാം പലപ്പോഴും ജഡത്തിന് കീഴ്പ്പെട്ടു പോകുന്നു. നമുക്കറിയാം അവിടെ പത്രോസ് രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഹൗ ഡിഡ് ഹി ഓവർകം ദീസ് തിങ്സ്? അവൻ തൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളെ അവൻ ഓവർകം ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വാവിട്ട് നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 75-ാമത്തെ വാക്യത്തിൽ ലൂക്കോസിന് ശേഷം 22-ന്റെ 62 പറയുന്നു, അവൻ പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു. അവൻ എന്തോർത്താ കരഞ്ഞെന്നറിയാമോ? തൻ്റെ വീഴ്ചയോർത്തല്ല കരഞ്ഞത്. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, തൻ്റെ വീഴ്ചയോർത്തല്ല കരഞ്ഞത്, പിന്നെയോ വീഴുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് തന്ന ആലോചനയെ കേൾക്കുവാൻ തക്കവണ്ണം എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അതോർത്താവൻ കരഞ്ഞത്. മനസ്സിലാക്കണമേ സഹോദര, സഹോദരി, വീഴ്ചയോർത്തല്ല അവൻ കരഞ്ഞത്. ദൈവസന്നിധിയിൽ നാം വീണു പോകുമ്പോൾ, ജീവിതത്തിൽ പാപത്തിൽ നാം വീണു പോകുമ്പോൾ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ നാം വീണു പോകുമ്പോൾ, ഞാൻ വീണു എന്ന് പറഞ്ഞല്ല കരയേണ്ടത്. പിന്നെയോ കർത്താവെ, അങ്ങയുടെ ആലോചന കേൾക്കുവാൻ തക്കവണ്ണം എനിക്ക് മനസ്സില്ലാതെ വന്നല്ലോ, ഞാൻ അങ്ങയോട് അനുസരണക്കേട് കാണിച്ചല്ലോ, അങ്ങയോട് ഞാൻ പുറംതിരിഞ്ഞല്ലോ, അത് പറഞ്ഞാണ് ദൈവസന്നിധിയിൽ നാം കരയേണ്ടത്. ഹല്ലേലൂയ. അത് പറഞ്ഞ് കരയുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെ കഴിയും. കർത്താവേ, ഇനി അങ്ങയുടെ ശബ്ദത്തിന് ചെവി ഓർക്കാതെ തിരിഞ്ഞു നിൽക്കുവാൻ കൊണ്ട് എനിക്ക് ഇടയാവരുത്, എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. നാം ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. Why did God allow these things to happen in the life of Peter? പത്രോസിന്റെ ജീവിതത്തിൽ എന്തിനാണ് ഈ വീഴ്ചകൾ അനുവദിച്ചത്? കർത്താവിന് ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ഒരു വീഴ്ചകളും വരാതെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം കഴിയുമായിരുന്നു. കർത്താവിന് നമ്മൾ കഴിഞ്ഞൊരു നാളിൽ കേട്ടതുപോലെ പിശാചിനെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുവാൻ കഴിയുമായിരുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പിശാചാണെന്ന്. ഒരു പരിധി വരെ സത്യമാണ്. എന്നാൽ വേറൊരു പരിധിയിൽ നോക്കിക്കഴിഞ്ഞാൽ പിശാച് മാത്രമല്ല കാരണക്കാരൻ, നമ്മളും കാരണക്കാരാണ്. നമുക്കൊരു ജഡമുണ്ട് അല്ലേ? ഈ ലോകത്തിന്റെ ശക്തി വേറൊന്നുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിയുമ്പോൾ പിശാച് ഒരു ഭാഗം മാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ. മറ്റു പല കാര്യങ്ങൾ പലയിടത്താണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പിശാചാണല്ലോ ഇതിൻ്റെ എല്ലാം കാരണം, പിശാചിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ പാപം ഉണ്ടാകത്തില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരൊറ്റ നിമിഷം കൊണ്ട് പിശാചിനെ കർത്താവിന് ഇല്ലാതാക്കാൻ പറ്റും. അന്ന് തന്നെ ദൈവത്തിന് പിശാചിനെ ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നു. വരുന്ന കാലത്ത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പഠിച്ചതുപോലെ ഗന്ധക തീപ്പൊയ്കയിലേക്ക് പിശാചിനെ എറിയുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ റെവലേഷൻ 20 വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ നാളുകളിൽ അല്ലേ? അത് എന്തുകൊണ്ട് നേരത്തെ അങ്ങ് സംഭവിച്ചില്ല? പണ്ടേ കർത്താവിന് ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ
നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, കർത്താവിനത് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അവൻ അനുവദിച്ചു? ദൈവം അത് ചെയ്തില്ലെന്നറിയാമോ? കർത്താവ് പിശാചിനെ ഒരു കാലഘട്ടത്തിലേക്ക് അനുവദിക്കുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി അവൻ്റെ ദുഷ്ടപ്രവൃത്തിയിലൂടെ നടക്കാൻ തക്കവണ്ണം. എങ്ങനെയാ പിശാചിന്റെ ദുഷ്ടപ്രവൃത്തിയിലൂടെ നല്ല ദൈവപ്രവൃത്തി നടക്കുന്നതെന്ന് നമ്മൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, അല്ലേ? കർത്താവിനെ കാൽവറിയിൽ ക്രൂശിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരം ആരുടേതായിരുന്നു? ഭൗതികമായിട്ട് നോക്കുമ്പോൾ, ഈ ലോകത്തിൽ നോക്കുമ്പോൾ പിശാചിൻ്റെതായിരുന്നല്ലേ? യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം യൂദയുടെ ഹൃദയത്തിൽ തോന്നിച്ചതാരാ? ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, സാത്താൻ യൂദയുടെ ഉള്ളിൽ കടന്നു വന്ന. അപ്പൊ അവിടെ മുതൽ തന്നെ പിശാചിന്റെ പ്രവൃത്തിയാണ് ആരംഭിക്കുന്നത്. ദുഷ്ടന്മാർ കർത്താവിനെ പിടിച്ചു, അവനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു, അവനെ ഉപദ്രവിച്ചു, അവനെ ഒരുപാട് പീഡിപ്പിച്ചു. അതിനുശേഷം അവർ കാൽവറി ക്രൂശിന്മേൽ അവനെ ക്രൂസിഫൈ ചെയ്തു, ക്രൂശിച്ചു കൊന്നു. നമ്മളൊരു കാര്യം ചിന്തിക്കണമേ, അതിൻ്റെ പിന്നിൽ പിശാച് പ്രവർത്തിച്ചെങ്കിലും അതിലൂടെ മഹത്വപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് അറിയാമോ? അതിലൂടെ ലോകത്തെ രക്ഷയിലേക്ക് ദൈവം നയിച്ചു. അപ്പോൾ എപ്പോഴും ഓർക്കണമേ സഹോദരന്മാരെ, പിശാചിനെ ചില കാര്യങ്ങൾ അനുവദിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ അനുവദിക്കുമ്പോൾ, അവനെ വിട്ടുകളയുമ്പോൾ അവനിലൂടെ ചില ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമ്മുടെ ജീവിതത്തിൽ വലിയ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. മുന്നോട്ടുള്ള സമയം ഒരു 3-4 കാര്യങ്ങൾ മാത്രം ചുരുക്കമായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. ഈ നാളുകളിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ചില സംശയങ്ങൾ കടന്നു വരുന്നുണ്ടാകാം. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമോ? ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഹല്ലേലൂയ! മുമ്പേ പറഞ്ഞതുപോലെ ദുരുപദേശം കിടക്കുന്നു. ഇല്ല, ഒരു ദൈവ പൈതൽ ഒരിക്കലും കഷ്ടത അനുഭവിക്കത്തില്ല, കഷ്ടതയിലൂടെ ദൈവ പൈതൽ കടന്നു പോകത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ ഈ ഭാഗങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ, പലപ്പോഴും ദൈവം അനുവദിക്കുന്നതാണ്. കാരണം ശ്രേഷ്ഠമേറിയ ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് നമ്മളെ നയിക്കാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. നമ്പർ 1, നോ ക്രിസ്ത്യൻ ഈസ് ബിയോണ്ട് ഫെയിലുവേഴ്സ്. ഒരു ദൈവ പൈതലിനും ഒരു വിശ്വാസിക്കും ഞാൻ വീഴില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. നോ ക്രിസ്ത്യൻ ഈസ് ബിയോണ്ട് ഫെയിലുവേഴ്സ്. ഒരു ക്രിസ്ത്യാനിയും ഒരു വിശ്വാസിയും ഒരു ദൈവ പൈതലും വീഴ്ചയ്ക്ക് അധീനനല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ വീഴത്തില്ലെന്ന് പറയുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഹല്ലേലൂയ! നമുക്കറിയാം, ലൂക്കോസിന് ശേഷം ഈ പത്രോസിന്റെ അനുഭവത്തിലേക്ക് തന്നെ വന്നാൽ, ലൂക്കോസിന് ശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങൾ, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 69 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നത് കാണുവാനായിട്ട് കഴിയും. എന്താ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത്? എങ്ങനെയാ? ഐ ഡോണ്ട് നോ ഹിം. ഞാൻ ഇവനെ അറിയുന്നില്ല എന്ന് പറയുന്നത് ആരുടെ ഭാഷയാണെന്നറിയാമോ? ഒരു ശിഷ്യന്റെ ഭാഷയല്ല. ആ ഭാഷ ആരുടേതെന്ന് ചോദിച്ചാൽ ഒരു അവിശ്വാസിയുടെ ഭാഷയാണ്. ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ കർത്താവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ മശിഹായെ അറിയുന്നില്ല എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഭാഷയല്ല, ഒരു അവിശ്വാസിയുടെ ഭാഷയാണ്. ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓർ ഇറ്റ് ഈസ് എ റെസ്പോൺസ് ഓഫ് ആൻ അൺബിലീവർ. നമ്മൾ മറന്നു പോകരുത്. കാരണം ഹി വാസ് ഫോളൻ ടു ദ ലെവൽ ഓഫ് ആൻ അൺബിലീവർ. മത്തായിയുടെ സുവിശേഷം 10:33 മനോഹര വാക്യം പറയുന്നുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിലും അവരുടെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ തള്ളിപ്പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പത്രോസ് മനുഷ്യന്റെ മുമ്പിൽ തള്ളിപ്പറഞ്ഞോ യേശു കർത്താവിനെ? ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വചനം തീർച്ചയായിട്ടും അത് ബാധകമാണ്. ഈ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് ഇത് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് പത്രോസ് അവിടെ ഉണ്ട്. എന്നിട്ടും ഞാൻ ഈ കർത്താവിനെ അറിയുന്നില്ല. ആ 3-ാമത്തെ പ്രാവശ്യം നമ്മൾ നോക്കുന്നത് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയെന്നാണ്. അപ്പൊ വെറുതെ ഞാൻ അവനെ അറിയുന്നില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല, പിന്നെയോ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. എന്ന് പറഞ്ഞാൽ he started swearing, saying that I don't know him. What is wrong with you? Why are you after me? Why are you bothering me? I don't know that man. You just imagine. This is Peter speaking to a girl. ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് പറയുന്ന ഭാഷയാണിത്. ഞാനവനെ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനുമായിട്ട് തുടങ്ങി. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ കർത്താവ് ഇത് അനുവദിക്കും.
ഹല്ലേലൂയ. ഇത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടാണ് പത്രോസ് മുമ്പേ പറഞ്ഞ വാണിംഗ് പറഞ്ഞത്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിഞ്ഞു കൊണ്ട് പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. കാരണം തൻ്റെ സ്വന്തം ജീവിതത്തിൽ പത്രോസിന് അനുഭവമുണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 10:12 അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ആകയാൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പൊ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, എവറി സിംഗിൾ ടൈം ഐ മസ്റ്റ് ബി റിമൈൻഡഡ്. എപ്പോഴും ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടെന്നറിയാമോ? ഏത് നിമിഷവും വീഴാൻ എനിക്ക് സാധ്യതയുണ്ട്. ഇഫ് ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ദൈവത്തോടുള്ള ബന്ധത്തിൽ, കർത്താവിനോടുള്ള ബന്ധത്തിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ദൈവജനത്തോടുള്ള കൂട്ടായ്മയിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നില്ല എങ്കിൽ ഏത് നിമിഷവും വീണു പോകുവാൻ തക്കവണ്ണം എനിക്ക് സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ വീഴുന്നത് ഞാൻ പോലും ഒരുപക്ഷെ അറിഞ്ഞെന്നിരിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6:13 ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുടെ മധ്യത്തിൽ പറയുന്നു, ലീഡ് us not into temptation. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുകയാണ്, പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തരുത്. ലീഡ് us not into temptation. ഇതാണ് ആ പരീക്ഷ എന്ന് പറയുന്നത്, ഇതാണ് ആ പരീക്ഷണം എന്ന് പറയുന്നത്. ദുഷ്ടനാകുന്ന പിശാച് എന്നെ പരീക്ഷിക്കുവാനായിട്ട് വരുമ്പോൾ, കർത്താവേ, ആ പരീക്ഷകളിലൂടെ എന്നെ കടത്തിവിടരുത്, കാരണം എനിക്ക് അങ്ങയുടെ കൃപ തരണമേ എന്നാണ്. അത് പരീക്ഷയിൽ ഞാൻ തോറ്റുപോകുവാൻ തക്കവണ്ണം ഇടയാകരുത് എന്നാണ് കർത്താവോടെ പഠിപ്പിക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ കേട്ടത്. നോ ക്രിസ്ത്യൻ ഈസ് ബിയോണ്ട് ഫെയിലുവേഴ്സ്. ഒരു വിശ്വാസിയും വീഴ്ചയ്ക്ക് അതീതനല്ല എന്ന് പറഞ്ഞാൽ വീഴുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരാരും പറയരുത്, ചിന്തിക്കരുത്. ഇന്ന് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഈ കൃപ എന്ന വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, കൃപയുള്ളത് കൊണ്ട് നമ്മളാരും വീഴത്തില്ലെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരു വലിയ കൂട്ടർ നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾ സമൃദ്ധിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ വാലല്ല തലയായിരിക്കേണ്ടവരാണ്, നമ്മൾ ദരിദ്രരല്ല രാജാക്കന്മാരായിട്ടിരിക്കേണ്ടവരാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു വലിയ ടീച്ചിങ് ഇന്ന് ഈ ക്രിസ്ത്യൻഡത്തിലുണ്ട്. ദൈവരാജ്യത്തിന്റെ സുവിശേഷകർ എന്ന് പറയുന്നവരുടെ മധ്യത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ വചനങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നു. നമ്മൾ നിൽക്കുന്നത് സൂക്ഷിച്ചില്ല എങ്കിൽ നാം വീണു പോകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ടെന്ന്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, Satan attacks at a point of our strength, not at the point of our weakness. നമ്മുടെ ബലഹീനതകളെയല്ല, നമ്മുടെ ബലത്തെയാണ് പിശാച് ആക്രമിക്കുന്നത്. നമ്മളെല്ലാവരും പറയുന്നില്ല, പിശാച് നമ്മുടെ ബലഹീനതയിലാണ് പിടിക്കുന്നത്. പിശാച് ബലഹീനതയിലല്ല പിടിക്കുന്നത്. ദൈവവചനം നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, ബലഹീനതയിലല്ല പിശാച് പഠിക്കുന്നത്, നമ്മുടെ ബലമെന്ന് പറയുന്നിടത്താണ് പിശാച് പിടിക്കുന്നത്. ഹല്ലേലൂയ. കാരണം എന്നാണെന്നറിയാമോ? നമുക്ക് ബലഹീനതകൾ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും നമ്മൾ ദൈവത്തോട് പറയുന്നത് ഈ ബലഹീനതകളെ കുറിച്ചാണ്, അല്ലേ? ശരിയല്ലേ? അത് കോപമായിക്കൊള്ളട്ടെ, ക്രോധമായിക്കൊള്ളട്ടെ, മോഹമായിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും വിഷയങ്ങളായിക്കൊള്ളട്ടെ, ദൈവവചനപ്രകാരം അത് നമ്മുടെ ബലഹീനതയാണ്, അത് നമ്മുടെ വീക്ക്നെസ് ആണെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവസന്നിധിയിൽ ചിലർ ക്രിസ്തീയ ജീവിതം ഗൗരവത്തോടെ കാണുന്ന സഹോദരന്മാർ ആ വിഷയം ദൈവസന്നിധിയിലെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ രമ്യതപ്പെട്ടുകൊണ്ടു പോകും. അതുമല്ല, കോപം വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും, മോഹം വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മുടെ ബലഹീനതകളെ നമ്മൾ വളരെ സൂക്ഷിക്കും, അവിടെ വീണു പോകാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം ഓർക്കണമേ, നമുക്കെവിടെ ബലമുണ്ടെന്ന് പറയുന്നുവോ അവിടെ പിശാച് കയറി അറ്റാക്ക് ചെയ്യും. കാരണം മർക്കോസിന് ശേഷം 14:29 പത്രോസ് പറഞ്ഞു, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. യു നോ ദാറ്റ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, പത്രോസിനോട്, അവിടെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറിപ്പോകും. ഹല്ലേലൂയ. ഞാൻ ആടിനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. അത് പറയുന്ന സമയത്ത് പത്രോസ് തിരിച്ചു പറയുകയാണ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറത്തില്ല. You just imagine. That was his confidence. That was his strength. He was thinking high of himself. അവൻ നോക്കിയപ്പോൾ അവൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്നൊരു തോന്നൽ അവനുണ്ടായി. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഓർക്കണമേ, നമുക്ക് എവിടെ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയുന്നുവോ ആ ഭാഗത്താണ് പിശാച് പിടിക്കുന്നത്. ആ ഭാഗത്തെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ അതിർത്തി എടുത്തു കഴിഞ്ഞാൽ, ബോർഡേഴ്സ് ഓഫ് എ കൺട്രി, ഇഫ് യു സേ ബോർഡേഴ്സ് ഓഫ് എ കൺട്രി, യു നോ ദാറ്റ്
നമ്മൾ ഈ വാറിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തറിയാം, വാറിൻ്റെ ഐഡിയോളജി പഠിച്ചു കഴിഞ്ഞാൽ ബലഹീനമായിരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബലഹീനമായിരിക്കുന്ന വീക്കായിരിക്കുന്ന ബോർഡറുകളിൽ രാജ്യം എന്ത് ചെയ്യുമെന്നറിയാമോ, അവിടെ അവരുടെ സൈന്യത്തെയൊക്കെ ഓൾറെഡി അവർ നിർത്തും. അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ സ്റ്റേഷൻസ്, മിലിറ്ററി സ്റ്റേഷൻസ് ഒക്കെ അവിടെ ഓൾറെഡി അവർ സ്ഥാപിച്ച് വെക്കും. കാരണം അവർക്കറിയാം ഇത് ബലഹീനമായ ഭാഗമാണ്, അതുകൊണ്ട് ഇവിടെ ശത്രു ആക്രമിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവർ വേണ്ടത്ര പ്രൊട്ടക്ഷൻ അവിടെ എടുക്കും. എന്നാൽ ബലമുണ്ടെന്ന് പറയുന്നിടത്ത് ഇവിടെ ശത്രു ആക്രമിക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് പറയുന്നിടത്ത് അവർ ശ്രദ്ധിക്കത്തില്ല. നമുക്കറിയാം ശത്രു രാജ്യങ്ങൾ ആക്രമിക്കുന്നത് അങ്ങനെയുള്ളതാണ്. ബലമുള്ളിടമാണ് പിശാച് ശത്രു എപ്പോഴും ആക്രമിക്കുന്നത്. സഹോദരന്മാരെ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുകയാണെന്ന് വെച്ചോ, എൻ്റെ ഈ ഏരിയ, എൻ്റെ ലൈഫിൻ്റെ ഇന്ന ഏരിയ സെക്യൂർഡ് ആണ്. ഐ ഹാവ് നത്തിങ് ടു വറി അബൌട്ട്, ബട്ട് ഐ ഹാവ് സം വീക്ക്നെസ്സസ് ഓൺ ദീസ് സൈഡ്സ്. ഐ ടെൽ യു മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, നെവർ എവർ പാർട്ട് ഓർ സെഗ്രിഗേറ്റ് യു ആസ് യു ആർ വീക്ക് ആൻഡ് യു ആർ സ്ട്രോങ്. നോ, വി ആർ വീക്ക് എവരിവെയർ. നമ്മളെല്ലായിടത്തും വീക്കാണ്. ഓർക്കണമേ സഹോദരങ്ങളെ, നമ്മളെങ്ങും സ്ട്രോങ് അല്ല. ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാൻ പറ്റും ഞാൻ ഇന്ന ഏരിയയിൽ സ്ട്രോങ് ആണെന്ന്? നോ, ദൈവത്തിന്റെ കൃപ മാത്രമാണ് നമ്മളെ നിലനിർത്തുന്നത്. ഓർക്കണമേ, പത്രോസ് പറഞ്ഞതുപോലെ എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് നീ പറയരുത്. കാരണം മറ്റെല്ലാ ശിഷ്യന്മാരും രക്ഷപ്പെട്ടു, പക്ഷെ ഇടറിയതാരാ? പത്രോസാ ഇടറി. മറ്റേ ശിഷ്യന്മാരുടെ ആരുടെയും പിന്നാലെ പിശാച് പോയോ? നമ്മൾ ആരെങ്കിലും അത് ചിന്തിക്കാറുണ്ടോ? വേറെ ഉണ്ട്, യൂദായ എടുത്തു, അത് വേറെ വിഷയം. മറ്റ് 10 ശിഷ്യന്മാരെ എടുത്തു നോക്കിയേ, അവരുടെ ആരുടെയും പിന്നാലെ പിശാച് പോയില്ല. പിശാച് പോയത് ആരുടെ പിന്നാലെ എന്ന് ചോദിച്ചാൽ പത്രോസിന്റെ പിന്നാലെ. സഹോദരിമാരെ, നമ്മൾ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ പോലും ഈ ഒരു ചിന്ത വരരുത്, ഞാൻ നിൽക്കുന്നുവെന്ന്. മുമ്പേ കേട്ടതുപോലെ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നിന്ന് കേട്ടതുപോലെ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ്, ഞാൻ ഉപവസിക്കുന്നയാളാണ്, ദൈവജനത്തോട് കൂട്ടായ്മ ആചരിക്കുന്നയാളാണ്, ദൈവസഭയോടുള്ള സമ്പർക്കത്തിൽ ജീവിക്കുന്നയാളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മെ തന്നെ ഒരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരരുത്. നമ്മളെപ്പോഴും ബലഹീനരാണെന്ന് ഓർക്കുക. ദൈവത്തിന്റെ കൃപ മാത്രമാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നതെന്ന് ഓർത്തുക. നമുക്കറിയാം, ഇത് പത്രോസ് പറയുമ്പോൾ he didn't know that in another 6 hours he was going to fail. ഇത് പത്രോസ് പറയുമ്പോൾ, ആരെല്ലാം നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പത്രോസ് പറയുമ്പോൾ ഓർക്കുക, അടുത്ത 6 മണിക്കൂറിനുള്ളിൽ അവൻ വീഴാൻ പോകുകയാണ്. അതവൻ അറിഞ്ഞില്ല. സഹോദരന്മാരെ, എപ്പോഴും ഓർക്കണമേ, നമ്മുടെ നിലനിൽപ്പ് കർത്താവിൻ്റെ കൃപയിൽ മാത്രമാണ്. അങ്ങനെ അല്ലാതെ ജീവിക്കുന്ന പലരുമുണ്ട്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ തന്നെ വെരി ഹൈ പ്രൊഫൈലിൽ അല്ലെങ്കിൽ ആത്മീയ ലെവലിൽ ആത്മീകമായി നോക്കുമ്പോൾ നമ്മളെക്കാളൊക്കെ ഒത്തിരി ഉന്നതിയിൽ ജീവിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഓർക്കണമേ, പത്രോസിന് മേൽ ആർക്കുമാകാൻ പറ്റത്തില്ല. കാരണം ഹല്ലേലൂയ, നമുക്ക് ദൈവവചനം ഉടനീളം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, കർത്താവ് ഉപയോഗിച്ച ശക്തനായ ഒരു അപ്പോസ്തലനാണ് പത്രോസ്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വീഴ്ച വന്നെങ്കിൽ ഈ ലോകത്തിലൂടെ ആരുടെ ജീവിതത്തിലും വീഴ്ച വരുവാനുള്ള സാധ്യതയുണ്ട്. നാം സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എന്നാൽ ഈ സമയത്ത് നിങ്ങൾക്കറിയാമോ, കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്നൊക്കെ പറയുന്ന ഭാഗം വരുന്നുണ്ട്. അവിടെയും പത്രോസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. പത്രോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ, അന്നേരം നിന്നോട് കൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ലെന്നാ പറഞ്ഞല്ലേ. എന്തോ ഒരു കോൺഫിഡൻസ്, അത് ഓവർ കോൺഫിഡൻസ് അല്ലേ. നമ്മളൊക്കെ അന്ന് കൈയടിച്ചിട്ട് പറയും, നോക്ക് മാർക്ക് കൊടുക്കാൻ പറയും. എന്താണെന്നറിയാമോ, വിശ്വാസത്തിൻ്റെ ശബ്ദമായി കേൾക്കുന്നത് പറയത്തില്ലേ അങ്ങനെ. പക്ഷെ അവിടെ വിശ്വാസത്തിൻ്റെ ശബ്ദമാണ് കേട്ടത്. അത് കർത്താവിൽ ആശ്രയിച്ചുള്ള വിശ്വാസത്തിൻ്റെ ശബ്ദമല്ല, തന്നിൽ തന്നെ ആശ്രയിച്ചുള്ള വിശ്വാസത്തിൻ്റെ ശബ്ദമാണ്. അതേ സ്ഥാനത്ത് അവൻ അഥവാ പറയുകയാണെന്ന് വെച്ചു, കർത്താവേ അവിടുന്ന് മാത്രം എല്ലാം അറിയുന്നു, ഞാൻ വീഴുമോ ഇല്ലോ എന്ന് അങ്ങ് മാത്രം അറിയുന്നു. ഞാൻ വീഴുമെന്ന് അങ്ങ് അറിയുന്നുവെങ്കിൽ വീഴാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പത്രോസ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പത്രോസ് ഒരിക്കലും വീഴത്തില്ലായിരുന്നു. സഹോദരന്മാരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഈ വിഷയങ്ങളിലായിരിക്കട്ടെ. വീണ് കിടക്കുന്ന അനേകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാനും നിങ്ങളും വീഴാതിരിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ വീഴ്ചകളെ ഓർത്ത് നമ്മൾ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അത് വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ നിന്നെക്കുറിച്ച് നീ എത്രമാത്രം കരുതുന്നു ദൈവസന്നിധിയിൽ, എന്നെക്കുറിച്ച് ഞാൻ എത്രമാത്രം കരുതുന്നു ദൈവസന്നിധിയിൽ. ഇന്ന് നമ്മുടെ സാവധാനം ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർ 12-ാം അധ്യായം
9-10 വാക്യങ്ങളിൽ 10ന്റെ സെക്കൻഡ് പാർട്ടിലൊക്കെ പറയുന്നുണ്ട്, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. പൗലോസ് പറയുകയാണ്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ശക്തനായിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ബലഹീനതയിലാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. എപ്പോഴും ചിന്തിക്കണമേ, എൻ്റെ ബലഹീനതയിലാണ് കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ ബലഹീനനാണെന്ന് അറിയുന്ന നിമിഷം ഞാൻ എൻ്റെ കർത്താവിലേക്ക് ആശ്രയിക്കുക. അപ്പോൾ പൗലോസ് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എപ്പോഴും ഞാൻ ബലഹീനനാണെന്ന് ഞാൻ അറിയണമേ. അമേസിങ് ആയിട്ടുള്ളൊരു ഡിസയറാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. കാരണം നിത്യത എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ് എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്ന പോലെ, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരുമോ? അത് പൗലോസിന്റെ ഭയമായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്രയോ ചെയ്യുന്നത്. ശരീരത്തെ എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ ഫ്ലഷിനെയല്ല, അവിടെ എഴുതിയിരിക്കുന്ന ശരീരം എന്ന് പറയുന്നത് ഫ്ലഷ്ലി ഡിസയേഴ്സ്, ജഡീക മോഹങ്ങൾ. എൻ്റെ ജഡമോഹങ്ങളെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എൻ്റെ ആത്മാവിന്. കാരണം എന്താണെന്നറിയാമോ? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ ഒരുപക്ഷേ കൊള്ളരുതാത്തവനായി തീർന്നേക്കാം ദൈവസന്നിധിയിൽ. എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്താതെ വന്നേക്കാം. ഹൂ ഈസ് സ്പീക്കിംഗ്? ഇറ്റ് ഈസ് പോൾ ദ ഗ്രേറ്റ് സ്പീക്കിംഗ്. പൗലോസാണത് പറയുന്നതെന്ന് ഓർക്കണം സഹോദരങ്ങളെ. ദൈവസഭയുടെ മധ്യത്തിൽ പൗലോസ് പറയുകയാണത്. അത് കേൾക്കുന്ന ഏതൊരു ദൈവവൈദ്യനും ചിന്തിക്കും, ഇത്ര വലിയൊരു ദൈവദാസൻ, തന്നെ കർത്താവിന് വേണ്ടി വിറ്റവൻ, തനിക്കുള്ളതൊക്കെയും കർത്താവിന്റെ പാദപീഠത്തിൽ വെച്ചവൻ, ഈ ലോകത്തിൽ മനുഷ്യരിൽ ഏറ്റവും ഇത്രമാത്രം ദൈവസന്നിധിയില് കർത്താവിന്റെ നാമത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. ആ മനുഷ്യൻ പറയുകയാണ്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരും. ചിന്തിച്ചു നോക്കിയേ. ഐ മൈസെൽഫ് മേ ബിക്കം എ കാസ്റ്റവേ. അങ്ങനെയാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, ആഫ്റ്റർ ഹാവിംഗ് പ്രീച്ച്ഡ് ടു അതേഴ്സ്. അതിന് സാധ്യതയുണ്ട് ദൈവമക്കളെ. അല്ലെങ്കിൽ പൗലോസ് ഇത് പറയുമോ? പൗലോസ് എഴുതിയ ആ വചനം വായിക്കുന്ന നിങ്ങളും ഞാനും, ധ്യാനിക്കുന്ന നിങ്ങളും ഞാനും, പ്രസംഗിക്കുന്ന നിങ്ങളും ഞാനും സ്വയത്തെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? കർത്താവേ, ഹല്ലേലൂയ, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ അവിടെ എത്താതെ വരുമോ? എൻ്റെ പ്രസംഗം കേട്ട് അനേകർ അവിടെ എത്തും, പക്ഷെ പ്രസംഗിച്ച ഞാൻ അവിടെ എത്താതെ വരുമോ? അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ബലഹീനതയിൽ ദൈവസന്നിധിയിൽ ചേർന്നിരിപ്പാനൊക്കെ വേണം, ആഗ്രഹിക്കണം, ചേർന്നിരിക്കണം. ബലഹീനതയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രശംസിപ്പാൻ തക്കവണ്ണം ഇവിടെയാകണം. കാരണമോ പൗലോസ് പറയുക, ഞാൻ എൻ്റെ ബലത്തിലല്ല പ്രശംസിക്കുന്നത്, ഞാൻ എൻ്റെ ബലഹീനതയിലാണ് പ്രശംസിക്കുന്നത്. കാരണം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ക്രിസ്തുവിൽ ശക്തനാകുന്നു. കാരണം കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിച്ച് മുറുകെ പിടിച്ചിരിക്കുക. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കിക്കുക, എപ്പോഴും അമ്മയുടെ സാരത്തുമ്പിൽ പിടിച്ചോണ്ടേ നടക്കത്തുള്ളൂ കുഞ്ഞിന്, അല്ലേ? എല്ലാത്തിനും അമ്മയുടെ സഹായം വേണം, അല്ലേ? അപ്പൻ്റെ സഹായം വേണം. എന്തിനാണെന്ന് അറിയാമോ? ആ കുഞ്ഞിനറിയാം കുഞ്ഞ് വീക്കാണെന്ന്. എന്തൊരാവശ്യമുണ്ടെങ്കിലും അപ്പനെ അല്ലെങ്കിൽ അമ്മയെ ആശ്രയിക്കും, വിളിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതാണ് ഒരു ദൈവ കുഞ്ഞിൻ്റെയും ആവശ്യം. ദൈവം പ്രതീക്ഷിക്കുന്നത് അതാണ്. ഏത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കർത്താവിനെ നാം വിളിക്കുന്നവരായിരിക്കണം, കർത്താവിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. കാരണം നമ്മൾ ബലഹീനരാണെന്നുള്ള സത്യം തിരിച്ചറിയണം. ഞാൻ ബലഹീനനാണെന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ ഒരിക്കലും ഞാൻ മറ്റുള്ളവരുടെ മുമ്പ് വിരൽ ചൂണ്ടത്തില്ല, മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കേൾക്കാൻ തക്കവണ്ണം ഞാൻ ചെവി കൊടുക്കത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇതിനേക്കാൾ വലിയ ബലഹീനതയുള്ള വ്യക്തിയാണ് ഞാൻ. കർത്താവിന്റെ കൃപയാലാണ് കർത്താവിനെ നിർത്തിയിരിക്കുന്നത്. അത് കേൾക്കാൻ നമുക്ക് സമയമില്ല, അത് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അതിനേക്കാൾ ഭീകരമായ കുഴിയിൽ ഒന്ന് ഓർത്ത് നോക്കിയേ. ഇത്ര ഉന്നതനായിരുന്ന പത്രോസ് ഒരു പെണ്ണിന്റെ മുമ്പിലാണ് യേശു കർത്താവിനെ അറിയുന്നില്ലെന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളാരും അങ്ങനെ പറയുമോ? പറഞ്ഞേ. അന്ന് മുതൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയുള്ള എത്രയോ മിഷണറിമാരുണ്ട്. അവര് കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? കർത്താവ് അവരുടെ ദൈവമാണെന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലേ? അവർ മരിക്കാൻ തയ്യാറായി. They risked their life. They become martyrs. അത്രയും ധൈര്യമില്ലായിരുന്നോ പത്രോസിന്? ഒന്ന് ചിന്തിച്ചേ സഹോദരങ്ങളെ. വ്യത്യാസം എന്താണെന്നറിയാമോ? എന്തുകൊണ്ടെന്നറിയാമോ? ആയിരക്കണക്കിന് മിഷണറിമാർ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായത് 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എത്രയോ സഹോദരിമാരുടെ മാറിൽ നിന്ന് കുഞ്ഞുങ്ങളെ വലിച്ചെടുത്തിട്ട് കുഞ്ഞുങ്ങളെ പീസായിട്ട്, നിങ്ങൾ ചരിത്രം ഒന്ന് പഠിക്കണം. 2-3 നൂറ്റാണ്ടുകൾ നടന്ന ക്രൂരതയെക്കുറിച്ച് ഒന്ന് പഠിക്കണം. കുഞ്ഞുങ്ങളെ പിടിച്ചു വലിച്ചിട്ട് അമ്മയുടെ മുന്നേ വെച്ച് കുഞ്ഞുങ്ങളെ വാളുകൊണ്ട് കൊന്നു. അതിന്റെ മധ്യത്തിലും അമ്മമാരെ കർത്താവിന് വേണ്ടി നിന്നു. എന്നിട്ട് ഈ അമ്മമാരെ കൊന്നു.
ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ധൈര്യമില്ലായിരുന്നോ പത്രോസിന്? വ്യത്യാസം എന്താണെന്നറിയാമോ? അവർ ദൈവകൃപയിൽ ആശ്രയിച്ചു, പത്രോസ് കൃപയിൽ ആശ്രയിച്ചില്ല. അതാണ് വ്യത്യാസം. പത്രോസ് വിചാരിച്ചു ഞാൻ ശക്തനാണെന്ന്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ലെന്ന്. പക്ഷെ ഇവർക്കറിയാം ഇവർ ബലഹീനരാണെന്ന്. അവർ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചു നിന്നു. നമ്മൾ മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, നമ്മുടെ ബലഹീനതയിൽ നമുക്ക് കർത്താവിനെ പുകഴാം. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറയുന്നത്, എപ്പോഴും എനിക്ക് ബലഹീനതയിൽ പ്രശംസിക്കണം. എനിക്ക് ബലമുണ്ടോ? ഇല്ല, എനിക്ക് ഒരു ബലവുമില്ല. എനിക്ക് എൻ്റെ ബലഹീനതയിൽ എപ്പോഴും പ്രശംസിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. പൗലോസ് പാപം ചെയ്തുകൊണ്ടിരുന്ന ബലഹീന എന്ന് പറഞ്ഞില്ല. അവനറിയാം പാപത്തെ അവൻ സൂക്ഷിച്ച്, കാരണം അവനറിയാം ഞാൻ ബലഹീനനാണ്. പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ പോയിന്റിൽ, God allows us to fall to cut off our excessive self-confidence. നമ്മുടെ അമിതമായ ആത്മവിശ്വാസത്തെ എടുത്തു കളയുവാൻ കർത്താവ് വീഴ്ചയിലൂടെ നമ്മെ സഹായിക്കും. ചിന്തിക്കണം, എത്ര മനോഹരമാണ് കർത്താവ് വീഴ്ചകൾ അനുവദിക്കുന്നത്. എന്തിനാണെന്ന് നമ്മൾ പഠിച്ചത് ഇവിടെ. എക്സസീവായിട്ടുള്ള നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ കട്ട് ഓഫ് ചെയ്യുവാൻ ഹി അലൗസ് us to fall in certain situations. എക്സസീവായിട്ടിരിക്കുന്ന ഓവർ സെൽഫ് കോൺഫിഡൻസ് അല്ലേ? പത്രോസിനെ ഒന്ന് നോക്കിയേ. ഈ സംഭവത്തിന് ശേഷം പത്രോസിൻ്റെ ലേഖനങ്ങളായിക്കൊള്ളട്ടെ, അപ്പോസ്തല പ്രവൃത്തികളിലായിക്കൊള്ളട്ടെ, എവിടെയും നോക്കിയോ പത്രോസ് പിന്നെ വീണില്ല. പിന്നെ അവൻ കർത്താവിനെ തള്ളി പറഞ്ഞിട്ടില്ല. കർത്താവിനെ അതിനുശേഷമാണ് പത്രോസ് കർത്താവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് തുടങ്ങിയത്. നമുക്കറിയാമോ പത്രോസിന്റെ മരണം എങ്ങനെയായിരുന്നു? ഹി വാസ് ക്രൂസിഫൈഡ് അപ്സൈഡ് ഡൗൺ. ഹല്ലേലൂയ. ചരിത്രം ഇങ്ങനെയാ പറയുന്നത്, തന്നെ ക്രൂശിക്കുവാൻ കോണം വന്നവരോട് പറഞ്ഞു, എന്നെ നേരെ നിർത്തി ക്രൂശിക്കേണ്ട, കാരണം അതിനുള്ള യോഗ്യത എനിക്കില്ല, കാരണം എൻ്റെ ഗുരുവിനെ അങ്ങനെയാണ് ക്രൂശിച്ചത്. ഐ ആം നോട്ട് ക്വാളിഫൈഡ്, ഐ ആം നോട്ട് വർത്തി ടു ബി ക്രൂസിഫൈഡ് the way my master was crucified. So do one thing, please crucify me upside down so that I can kiss the feet of my Lord. ആർക്കത് പറയാൻ പറ്റും? ബലഹീനതയിൽ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. അപ്പോൾ പത്രോസിന്റെ വീഴ്ചയെ ദൈവം അനുവദിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പത്രോസിൽ നിന്ന് ആ ഓവർ കോൺഫിഡൻസ് എടുത്ത് കളയണമായിരുന്നു. ആ പെൺകുട്ടിയുടെ മുമ്പിൽ പത്രോസ് വീണില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും കർത്താവിനെ അവനെ ഉപയോഗിക്കാൻ പറ്റാതെ വന്നേനെ. പെന്തിക്കോസ്തിയുടെ ആദ്യ നാളിൽ നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ. ഈ വീണുപോയ പത്രോസാണ് അവിടെ നിന്ന് ധൈര്യത്തോടെ പ്രസംഗിച്ചത്. 3000-ലധികം കഠിന ഹൃദയന്മാരായിരുന്ന യഹൂദന്മാര് കർത്താവിൽ വിശ്വസിക്കുവാനുള്ള കാരണം പത്രോസിന്റെ ചില മിനിറ്റുകളിലുള്ള പ്രസംഗം മാത്രമാണ്. എന്നിട്ടും അവനിലേക്ക് നിഗളം കടന്നു വന്നില്ല, പ്രൗഢി കടന്നു വന്നില്ല, അവൻ അഹങ്കരിച്ചില്ല. കാരണം he was at the bottom all the time because he knew what has happened to him a few days ago. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പത്രോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തൻ്റെ കയ്യാൽ എത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നാലും, തൻ്റെ പ്രസംഗം കേട്ട് എത്ര മാനസാന്തരപ്പെട്ടാലും, എത്ര ദൈവ പ്രവൃത്തികൾക്ക് താൻ ഉപയോഗിക്കപ്പെട്ടാലും ശരി, അവൻ്റെ ഉള്ളിലേക്ക് നിഗളം കടന്നു വരത്തില്ല. കാരണം അവനറിയാം, ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളി പറഞ്ഞവനാണ്. ചരിത്രം ഇങ്ങനെയാ പറയുന്നത്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്, പല ദേവദാസന്മാരും പലയിടത്തും എഴുതിയത് വായിച്ചിട്ടുണ്ട്. പത്രോസ് മരിക്കുന്നത് വരെയും പ്രഭാതത്തിൽ കോഴി കൂകുന്ന സമയം അവൻ എഴുന്നേറ്റിരുന്ന് കരയുമായിരുന്നു. കാരണം അന്നൊരിക്കൽ ഇതുപോലൊരു കോഴി കൂവിയപ്പോഴാണ് എൻ്റെ ഗുരുവിനെ ഞാൻ തള്ളി പറഞ്ഞത്. ബിക്കോസ് ഹി ലിവ്ഡ് ദ ഹോൾ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഇൻ ട്രൂ റിപ്പന്റൻസ് ബിക്കോസ് ഗോഡ് അലൗഡ് ഹിം ടു ഫോൾ. സഹോദര സഹോദരി, ജീവിതത്തിൽ നീ വീഴുന്നെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നിന്നെ അനുവദിക്കുന്നു. എന്നുമെന്നും വീഴുവാനല്ല. എന്തിനു ഞാൻ വീഴുന്നു എന്ന് ചോദിച്ചാൽ അതിന് പിന്നെ ഒരു കാര്യമുണ്ട്, പദ്ധതിയുണ്ട്. നീ ചില കാര്യങ്ങൾ പഠിക്കുവാനാണ്. നീ എഴുന്നേൽക്ക്, നീ അത് പഠിച്ചെഴുന്നേൽക്ക്, പിന്നെ നീ വീഴത്തില്ല. നീ പഠിക്കുക, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക. കർത്താവേ, ഈ വീഴ്ചയിലൂടെ എന്താണ് എന്നെ അങ്ങ് പഠിപ്പിക്കുന്നത്? കർത്താവിനോട് ചോദിക്കുക, കർത്താവ് അത് പറയും. പിന്നെ നമ്മളതിന് വീഴത്തില്ല. അതാണ് നമ്മളെ ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 119:67 വാക്യത്തിൽ പറയുന്നു, കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയിരുന്നു, ഇപ്പോഴോ ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുന്നു. അല്ലേ? കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയിരുന്നു, ഇപ്പോഴോ ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുന്നു. അപ്പൊ കഷ്ടതയ്ക്കൊരു പ്രത്യേകതയുണ്ടായി. എന്താണെന്നറിയാമോ? ചട്ടങ്ങൾ പ്രമാണിപ്പാൻ തക്കവണ്ണം ആ വ്യക്തിയെ കർത്താവ് യോഗ്യനാക്കി തീർത്തു. അത് തന്നെ 71 വാക്യത്തിൽ പറയുന്നു.
നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഉപകാരമായി. ഹല്ലേലൂയ. It was good for me that I was afflicted so that I learned your statutes. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ പലപ്പോഴും ഓർക്കണമേ, ശത്രുവാകുന്ന പിശാച് ജീവിതത്തിൽ ചില സമ്മർദ്ദങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് സുഖകരമല്ലാത്ത ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരുമ്പോൾ ഓർക്കുക, അതിന് മധ്യത്തിൽ കർത്താവ് ഒരു വലിയ പണി നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. പലപ്പോഴും ഓർക്കണമേ, നമ്മുടെ കുറവുകൾ നമ്മൾ അറിഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചപ്പോഴൊക്കെയാണ്, അല്ലേ? നമ്മൾ വീഴാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കുറവുകൾ അറിയത്തില്ല, നമ്മൾ അഹങ്കാരികളായി മാറും, നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരായി മാറും, മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നവരായി മാറും. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ എന്നാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ കുറ്റം വിധിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ പാപിയായി നാം ജീവിച്ച സന്ദർഭങ്ങളിൽ, അല്ലേ? ആലോചിച്ച് നോക്കി. നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ മേൽ വിരൽ ചൂണ്ടിയ സമയം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ലീഗലിസ്റ്റുകളായി ജീവിച്ച സമയത്താണ്, അല്ലേ? ഇന്ന് നമ്മൾ എത്ര പേരുടെ മുമ്പിൽ എത്ര പേരുടെ നേർക്ക് കൈ ചൂണ്ടുന്നുണ്ട്? നോ, വി ഡോണ്ട്, ബിക്കോസ് വി നോ ദാറ്റ് കൃപയാൽ 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 അത്രേ ഞാൻ നിൽക്കുന്നത്. For the more we become trusting in the Lord, the more we become aware of our weakness and how fragile we are. I tell you, we will depend more on God so that we will never find fault with other people, but finding fault with ourselves only. 2 Corinthians 12:7 പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, എനിക്കൊരു ശൂലം എൻ്റെ ശരീരത്തിൽ നൽകിയിരിക്കുന്നു, അല്ലേ? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. സോ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും, പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ശൂലം കൊടുത്തിരിക്കുക. എന്തുകൊണ്ടെന്നറിയാമോ? കർത്താവിനോട് പറയുന്നുണ്ട് ഈ ശൂലം എടുത്തൊന്ന് മാറ്റാൻ, പക്ഷെ കർത്താവ് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. അപ്പൊ ആ ശൂലം അവിടെ ഇരുന്നുണ്ട്. കാരണം ആ ശൂലം ഇരിക്കുമ്പോൾ നീ ഓർക്കും നീ ബലഹീനനാണെന്ന്, നിനക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ശൂലങ്ങൾ ഉള്ളതാണ് നമ്മളെ താഴ്മയിൽ നിർത്തുന്നത്. ആ ശൂലങ്ങളില്ലായിരുന്നെങ്കിൽ എന്നേ നമ്മളൊക്കെ പൊങ്ങിപ്പോയിരുമായിരുന്നു മുകളിൽ. നമ്മൾ വലിയ വലിയ ഉപദ്രവകാരികളായി മാറിയല്ലേ മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ. നമ്മൾ ഉപദ്രവകാരികളാകാതിരിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ താഴ്മയോടിരിക്കുന്നതിൻ്റെ കാരണം ചില ശൂലങ്ങൾ ദൈവം അനുവദിച്ചിരിക്കുന്നത് കൊണ്ട്. മറന്നു പോകരുത്. അവിടെ ഹല്ലേലൂയ പൗലോസ് പറയുകയാണ്, വെളിപ്പാടുകളെ ആധിക്യത്താൽ നിങ്ങൾ ആരെങ്കിലും ആ വചനം ഒന്ന് വായിച്ച 7-ാമത്തെ വാക്യം, 2 Corinthians 12:7. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ. കണ്ടോ, അവിടെയും സാത്താനെ ദൈവം അനുവദിക്കുക. സാത്താനെ ദൈവം അനുവദിക്കുക എന്തിന്? പൗലോസ് നിഗളിച്ചു പോകാതിരിക്കാൻ. കണ്ടോ, സാത്താൻ ചെയ്യുന്നതിനെ ദൈവം അവന്റെ ഗുണത്തിന് വേണ്ടി അനുവദിക്കുകയാണ്. അടുത്ത വാക്യം കൊണ്ട് വായിച്ചേ പാസ്റ്റർ. ഏത്? ഈ ശൂലം എന്നെ വിട്ടുമാറുന്നതിന്, അല്ലെങ്കിൽ സാത്താന്റെ ദൂതൻ എന്നെ വിട്ടുമാറേണ്ടതിന് ഞാൻ 3 പ്രാവശ്യം 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, കർത്താവ് എന്നോട്, എന്റെ കൃപ നിനക്ക് മതി. ആമേൻ. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ഈ ശൂലം എന്താണെന്നറിയാമോ? അവനെ ബലഹീനനാക്കിക്കൊണ്ടിരിക്കുക. അത് രോഗമായിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും ഭാരമായിക്കൊള്ളട്ടെ, വാട്ട് എവർ ഇറ്റ് ബി. പക്ഷേ ആ ശൂലം അല്ലെങ്കിൽ ആ പിശാചിന്റെ ദൂതൻ, സാത്താന്റെ ദൂതൻ എപ്പോഴും ദൈവത്തിന്റെ ദാസനെ ബലഹീനനാക്കിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ ശുശ്രൂഷയെ പോലും ബാധിക്കത്തക്കവണ്ണം ബലഹീനനാകുക. പക്ഷെ കർത്താവ് പറയുക, എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ ഏത് ബലഹീനതയിലും എൻ്റെ ശക്തി തികഞ്ഞു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞ്. 3-ന് 30 പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു ഇത് മാറിപ്പോകാൻ. പക്ഷെ കർത്താവിൻ്റെ ഉത്തരം കിട്ടിയത് കൊണ്ട് 3-ാമത്തെ പ്രാവശ്യം അത് നിർത്തി. പിന്നെ ചോദിച്ചില്ല, കാരണം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഇന്നത്തെ രാത്രി വലിയൊരു സത്യം മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ താഴ്മയുണ്ടാകുന്നതിൻ്റെ കാരണം കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അനേകർക്ക് തലവേദനയായി മാറുമായിരുന്നു, ദൈവപ്രവർത്തികൾക്ക് നമ്മൾ തടസ്സമായി മാറുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അവസാനത്തെ പോയിന്റ് 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞ് നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 4-ാമത്തെ പോയിന്റ്, നമ്പർ 4. God can reverse your mistakes if you will let him. നീ സമർപ്പിച്ചാൽ നിന്റെ തെറ്റുകളെ പോക്കി നിന്നെ അവൻ യഥാസ്ഥാനപ്പെടുത്തും. God can reverse your mistakes if you will let him. ദൈവത്തെ നാം അനുവദിക്കുകയാണെങ്കിൽ
കഴിഞ്ഞ കാലങ്ങളിൽ ഈ നിമിഷം വരെയും വന്ന തെറ്റുകളെ പോക്കിയിട്ട് അവൻ നമ്മളെ റീസ്റ്റോർ ചെയ്യും, യഥാസ്ഥാനപ്പെടുത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്ത് നോക്കിയേ, പത്രോസിനോട് കർത്താവ് പറഞ്ഞ ഒരു വാക്യമുണ്ട്. ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിൽ 31-32 വാക്യങ്ങൾ പറയുന്നുണ്ട്. ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ കോതമ്പ് മണി പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് അപേക്ഷിച്ചു. ആരോട്? പിശാചിനോടല്ല, ദൈവത്തോട് അപേക്ഷിച്ചു, പിതാവിനോട് അപേക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ബലപ്പെടുത്തിക്കൊള്ളുക. എന്ന് പറഞ്ഞാൽ നീ ഒരു പാഠം പഠിച്ചിട്ട് നീ മടങ്ങി വരുന്ന സമയമുണ്ടല്ലോ. അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് വെൻ യു ആർ കൺവേർട്ടഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മാനസാന്തരം നിന്റെ ജീവിതത്തിൽ ഉണ്ടായതിനു ശേഷം നീ ഉറപ്പുള്ളവനായി മടങ്ങി വരുമ്പോൾ നീ ആദ്യം ചെയ്യേണ്ടതെന്നറിയാമോ? നിന്റെ സഹോദരന്മാരെ ബലപ്പെടുത്തണം. എന്ത് പറഞ്ഞ്? നിന്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചയിൽ നിന്ന് നീ പഠിച്ച പാഠം പറഞ്ഞ്, നിന്നെ ബലപ്പെടുത്തിയ കർത്താവിന്റെ കൃപയെക്കുറിച്ച് പറഞ്ഞ് നീ അവരെ ബലപ്പെടുത്തണം. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്താ അറിയാമോ? Jesus had more faith in Peter than Peter had faith in Jesus. അത് സത്യമല്ലേ ഞാൻ അങ്ങനെ പറയുന്നത്? ശരിയല്ലേ? യേശു കർത്താവിന് പത്രോസിലായിരുന്നു കൂടുതൽ വിശ്വാസമുള്ളത്. പത്രോസിന് യേശുവിനുള്ള വിശ്വാസത്തെക്കാൾ കൂടുതൽ യേശു കർത്താവിന് പത്രോസിന് വിശ്വാസം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അവൻ തൻ്റെ കൃപയിലേക്ക് കടന്നു വന്ന് ബലത്തോടെ നിൽക്കുമെന്ന് കർത്താവ് അവനിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ബലപ്പെടുത്തിക്കൊണ്ട്. അമേസിങ് അത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്നറിയാമോ? പലപ്പോഴും നമുക്ക് നമ്മളിൽ വിശ്വാസം പോരാ. എനിക്കിതിന് പറ്റുമോ? എന്നെങ്കിലും ഞാൻ നന്നാവുമോ? എന്നെങ്കിലും എന്നെ കൊണ്ട് കർത്താവിന് പ്രയോജനം ഉണ്ടാകുമോ? കർത്താവ് പറയാ, തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്, പ്രൊവൈഡഡ് യു സബ്മിറ്റ് ടു മീ. Hallelujah. Don't question your weakness again and again. Submit your weakness into my nail-pierced hands. I will restore you at the right time. നിന്റെ ബലഹീനതകളെ എൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുക. കറക്റ്റ് സമയത്ത് നിന്നെ ഞാൻ യഥാസ്ഥാനപ്പെടുത്തും. ഒരു കാര്യം ഞാൻ പറയാമല്ലോ, പത്രോസ് വീണുപോയെങ്കിൽ ഈ ലോകത്തിൽ ഏത് മനുഷ്യനും വീഴും. പത്രോസിനും മടങ്ങി വരാൻ കഴിഞ്ഞെങ്കിൽ ഈ ലോകത്തിൽ ഏത് മനുഷ്യനും മടങ്ങി വരാൻ കഴിയും. മനസ്സിലാക്കണമേ. പത്രോസ് വീണതുപോലെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും വീണിട്ടില്ല. സ്വന്തം ഗുരുവിനെ 3.5 വർഷക്കാലം കൂടെ നടന്ന ആ ഗുരുവിനെ ഇത്രയും അത്ഭുതങ്ങൾ കണ്ടിട്ടും ഇത്രമാത്രം തന്നെ സ്നേഹിച്ച കർത്താവിനെ ഒരു പെണ്ണിന്റെ മുമ്പിൽ അവൻ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ അത്രയും പാപം ചെയ്യുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. ചിന്തിക്കണമേ. അതവൻ ചെയ്തെങ്കിൽ ഈ ലോകത്തിൽ ഏത് മനുഷ്യനും വീഴാൻ സാധ്യതയുണ്ട്. അത്രയും പാപം ചെയ്ത പത്രോസിനെ വചനത്തിൽ നമ്മൾ കേട്ടു. മത്തായിയുടെ ശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ പിതാവിന്റെയും അവന്റെ ദൂതന്മാരുടെയും മുമ്പാകെ ഞാൻ തള്ളിപ്പറയുമെന്ന് യേശു കർത്താവ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതിനിടയായി തീർന്ന പത്രോസ്, ഏറ്റവും അധികം വീണുപോയവനെ ഇത്ര ശക്തമായി കർത്താവ് മടക്കി കൊണ്ടുവന്ന് ശക്തിയോട് ഉപയോഗിച്ചുവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, എനിക്കും നിങ്ങൾക്കും ഹോപ്പുണ്ട്. ഈ ലോകത്തിൽ ആർക്കും ഹോപ്പുണ്ട്, പ്രൊവൈഡഡ് വി കം ബാക്ക് ഇൻ ഫെയ്ത്ത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവർ ആരും ചിന്തിക്കരുത്, ക്യാൻ ഐ ബി യൂസ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്? ദൈവകരങ്ങളിൽ എനിക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റുമോ? ഇത്രയും ബലഹീനതകളുള്ള എനിക്ക്, ഇത്രയും കുറവുകളുള്ള എനിക്ക്, ഇത്രയും വീണുപോകുന്ന എനിക്ക് എൻ്റെ കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം നിൽക്കാൻ കഴിയുമോ എന്ന് നീ ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ, ടുഡേ ഈസ് ദ ഗോസ്പൽ ഡേ. യു ആർ ഹിയറിംഗ് ദ ഗോസ്പൽ. യെസ്, provided you submit your weakness to the nail-pierced hands of God. കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്റെ ബലഹീനതകളെ ഒന്ന് സമർപ്പിച്ച് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. കർത്താവ് നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. അതാ പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, 18-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു കുശവന്റെയും പാത്രത്തിന്റെയും കഥയല്ലേ. ആ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കുശവന്റെ കയ്യിൽ താൻ ഉണ്ടാക്കിയ പാത്രം ചീത്തയായി പോയി. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? കുശവൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനെ മറ്റൊരു പാത്രമായി മെനഞ്ഞു. അതിനെ കെടുത്ത് കളഞ്ഞില്ല. That potter did not throw away that clay. No. Though it was shapeless and deformed, yet he took initiative and he fought to reform it into another beautiful vessel. കുശവന്റെ കയ്യില് താൻ ഉണ്ടാക്കിയ പാത്രം ചീത്തയായി പോയി, അതിന് ഷേപ്പ്ലെസ് ആയി പോയി.
ഒരിക്കലും ആ മണ്ണെടുത്ത് നമ്മളൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ദേഷ്യം വരും, നമ്മുടെ ദൂരെ എറിയും അല്ലേ? പക്ഷെ കർത്താവ് അറിയത്തില്ല. കർത്താവിന്റെ കൈകളിൽ നിന്റെ രൂപത്തിന് ഭാവത്തിനെല്ലാം മാറ്റം വന്നാലോ, നീ പ്രയോജനമില്ലാത്തവനായി ഇല്ലാത്തവളായി തീർന്നാലോ, നീ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുശവൻ ചെയ്തതുപോലെ തനിക്ക് ഇഷ്ടമുള്ള വേറൊരു പാത്രമാക്കി നിന്നെ അവൻ പണിതെടുക്കും. മനോഹരമായ ഒരു പാത്രമാക്കി നിന്നെയും എന്നെയും അവൻ പണിതെടുക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ വാക്കുകളെ നിർത്തട്ടെ. ഹല്ലേലൂയ. ഈ അധ്യായത്തിൽ തന്നെ 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ ദൈവസഭയെ ബലപ്പെടുത്തുന്നു. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യജയസിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. കാരണം ബലം എന്നേക്കും അവനുള്ളത്. അപ്പോൾ അല്പകാലത്തേക്കുള്ള കഷ്ടത്തിനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. റോമാലേഖനം 8-ാം അധ്യായത്തെക്കുറിച്ച് 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നൊടി നേരത്തേക്കുള്ള കഷ്ടം, നൊടി നേരത്തെ കുറച്ച് സമയത്തേക്കുള്ള കഷ്ടം. ഹല്ലേലൂയ. ആ കഷ്ടത്തിലൂടെ ദൈവം വലിയ പ്രവർത്തികൾ നമ്മൾ ചെയ്യും. നിത്യ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് ഇവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി നമ്മെ ഉറപ്പിച്ച് ശക്തീകരിക്കും. സോ ടുഡേ വി ഹാഡ് എ മെസ്സേജ് ഓഫ് ഹോപ്പ്. ഇന്ന് നമ്മൾ കേട്ട ദൈവവചനം എന്ന് പറയുന്നത് പ്രത്യാശയുടെ വചനമാണ്. ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിൽ നീ തോറ്റുപോയി എന്ന് തോന്നിയാലും, ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലാണ് നീ ഇന്ന് കിടക്കുന്നതെന്ന് തോന്നിയാലും, എന്നെ കേൾക്കുന്ന ദൈവവേദനേ, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ജീവിതത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, കർത്താവേ ഞാൻ ബലഹീനനാണ്, ഞാൻ ബലഹീനയാണ്, ഇത്ര നാളും എന്നെ കൊണ്ടൊരു പ്രയോജനവുമില്ലായിരുന്നു, ഞാൻ ചിന്തിച്ചു ഞാൻ ശക്തനാണെന്ന്, പക്ഷെ ഇന്ന് ഞാൻ കേട്ടു ശക്തന്മാരാണ് പിശാചിന്റെ കയ്യിൽ വീണു പോകുന്നത്. ഞാൻ ബലഹീനനാണെങ്കിൽ, ഞാൻ ബലഹീനയാണെങ്കിൽ ഒരിക്കലും പിശാചിന് എന്നെ തൊടാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ കൃപയിൽ സുരക്ഷിതനായിരിക്കും. ബലമുണ്ടെന്ന് പറയുന്നവരാണ് കർത്താവിൻ്റെ സന്നിധി വീഴുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സന്നിധി, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇന്നത്തെ രാത്രി കാലം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകൃപയിൽ ഇന്നത്തെ രാത്രി നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. നമ്മൾ കേട്ട വചനം ഇതാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മൾ വീണു പോകുന്നത്? ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കാത്തത് കൊണ്ട് നമ്മൾ വീണു പോകുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.